ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 5 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് അക്കൗണ്ട്സ് പേയബിൾ, അതേപോലെ തന്നെ എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അനിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും 10,000 രൂപയുടെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ പൈസ കൊടുക്കാതെയാണ് വാങ്ങുന്നത്, അതായത് ക്രെഡിറ്റിനാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാധ്യതയാണ് നമ്മുടെ ബിസിനസ്സിന്, അതായത് ഒരു ലൈബിലിറ്റിയാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, നമ്മൾ എപ്പോഴായാലും പൈസ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇവിടെ നമ്മൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ടേം ആയിരിക്കും അനിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ലൈബിലിറ്റിയാണ്. അപ്പോൾ ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു? അക്കൗണ്ട്സ് പേയബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. അതായത് നമ്മൾ പൈസ എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെയാണ് അക്കൗണ്ട്സ് റിസീവബിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു? 20,000 രൂപയുടെ ഒരു സാധനം നമ്മൾ രാജേഷ് എന്ന് പറയുന്ന ഒരാൾക്ക് വിൽക്കുന്നു. നമ്മൾ പൈസ വാങ്ങുന്നില്ല, ക്രെഡിറ്റിനാണ് വിൽക്കുന്നത്, പൈസ പിന്നീട് തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ രാജേഷ് എന്ന് പറയുന്ന ആള് പേര് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. എന്തെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? രാജേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്, ഇയാൾ പൈസ തരാനുണ്ട്, എപ്പോഴായാലും ഇയാൾ പൈസ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കും. ഇത് നമ്മൾ കാണിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലായിരിക്കും? സൺട്രി ഡെപ്റ്റർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇവിടെ രാജേഷ് എന്ന് പറയുന്നത് സൺട്രി ഡെപ്റ്ററും അനിൽ എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്ററുമാണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു? അക്കൗണ്ട്സ് റിസീവബിൾ, നമുക്ക് പൈസ തരാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഡിഫൈൻ ഡിപ്രീസിയേഷൻ. നമ്മൾ ഡിപ്രീസിയേഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ദി ഡിക്രീസിങ് ദ വാല്യൂ ഓഫ് എനി ഫിക്സ്ഡ് അസറ്റ് ഈസ് ഇൻ യൂസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റിൻ്റെ, അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് അസറ്റ് ആയിരിക്കണം? ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കണം. ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിപ്രീസിയേഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇത് ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അത് അറിയാവുന്നവർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ജേണൽ പഠിച്ചു. നമ്മുടെ ബിസിനസ്സിലുള്ള ആദ്യമായിട്ടുള്ള റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒറിജിനലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമിൽ എവിടെയായിരിക്കും? ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലായിരിക്കും. അതിൽ നിന്നും നമ്മൾ അത് എങ്ങോട്ട് പോസ്റ്റ് ചെയ്യും? ലെഡ്ജറിലോട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മൂന്നാമതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഒരു ഡെബിറ്റ് കോളവും ഒരു ക്രെഡിറ്റ് കോളവും ഉണ്ടായിരിക്കും. അത് ടാലി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ജേണലും ലെഡ്ജറും എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളത് നോക്കുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിൽ എന്തുണ്ട്? അസറ്റുമുണ്ട്, അതേപോലെ തന്നെ ലയബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒക്കെ ഒരു കണക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് നമുക്ക് എവിടെ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും? ബാലൻസ് ഷീറ്റിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ ആക്യുറസിയും ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ: എന്താണ് GST? അപ്പോൾ GST എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫുൾ ഫോം ആണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെയാണ് നമ്മൾ GST എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതാണ് നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ്. എന്ത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് അല്ല. അതായത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നതാണ് GST എന്ന് പറയുന്നത്. അതിനുശേഷം ആ കടയിലുള്ള ആള്, നമ്മൾ എവിടെ നിന്നാണോ സാധനം വാങ്ങിയത്, ആ ഷോപ്പിലെ ഓണർ എന്ത് ചെയ്യും? അത് ഗവൺമെന്റിന് എന്ത് ചെയ്യും? ടാക്സ് ആയിട്ട് അടയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് 3 ടൈപ്പ് വരും: CGST, SGST, IGST. അതായത് സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കും, അതേപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലല്ല, നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നിന്നുമാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെയും എന്ത് കൊടുക്കും? IGST എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചു. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താണ് പഠിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് GSTയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കമ്പനീസൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ
ബേസിക് ആയിട്ട് പറയുന്നത് 3 അക്കൗണ്ടാണ്: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂളാണ് നമ്മൾ പഠിക്കേണ്ടത്, റൂളാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. എന്നാൽ പേഴ്സണൽ അക്കൗണ്ട് പേഴ്സൺ, അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. അതേപോലെ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസും ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമുക്ക് കിട്ടുന്നത് എന്താണോ അത് നമുക്ക് ഡെബിറ്റ് ചെയ്യുക, പോകുന്നത് എന്താണോ ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സാമ്പിൾ സഹിതം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക.